നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹണിക്ക് വേണ്ടി രംഗത്തിറങ്ങിയ മാധ്യമങ്ങളൊക്കെ ഊളിയിട്ട അവസ്ഥയിലാണ്. രാഹുൽ ഈശ്വർ വിഷയത്തിൽ ഹണി റോസിനെല്ലാം തകിടം മറിഞ്ഞു. നടി ഹണി റോസിനെ അപമാനിക്കുന്ന വിധത്തിൽ രാഹുൽ ഈശ്വർ പരാമർശങ്ങൾ നടത്തിയെന്നും രാഹുൽ ഈശ്വറിനെതിരെ നിയമ നടപടികൾ ആരംഭിക്കണമെന്നും ആവശ്യപ്പെട്ട് ഹണി റോസ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. അതിന്റെ തുടർച്ചയായി രാഹുൽ ഈശ്വറിനെതിരെ ഏതൊക്കെ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കണമെന്ന് പോലീസ് നിയമോപദേശം തേടി. ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള പരാതിയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു രാഹുലിനെതിരെയുള്ള ഹണി റോസിന്റെ പരാതി. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ കൃത്യമായ നിലപാടെടുത്തില്ല. ആദ്യഘട്ടത്തിൽ ഹണി റോസിനൊപ്പം കട്ടയ്ക്ക് നിന്ന മാധ്യമങ്ങൾ രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിൽ ഹണി റോസിന് തെറ്റുപറ്റി എന്ന് തുറന്നടിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ ഹണി റോസിനെതിരെ സമാനതകളില്ലാത്ത വിമർശനങ്ങൾ ഉയർന്നുവന്നു. തുടക്കം മുതൽ കട്ടയ്ക്ക് നിന്ന് പൊരുതുന്ന രാഹുൽ ഈശ്വറിന് മുന്നിൽ ഏതു തലത്തിൽ പരാതി കൊണ്ടുപോകണമെന്നറിയാതെ ഹണി റോസ് പോലും ഇടയ്ക്കൊന്ന് കുഴഞ്ഞു. എന്നാൽ തുടർച്ചയായി ചാനൽ ചർച്ചകളിലെത്തി രാഹുൽ ഈശ്വർ ഹണി റോസിനെതിരെ വീണ്ടും തുറന്നടിച്ചു. ഇന്നലെ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കുമെന്നും പൊടുന്നനെ അറസ്റ്റിലാക്കുമെന്ന വാർത്തകൾ വന്നിരുന്നു. അതിനു പിന്നാലെയാണ് ഹൈക്കോടതിയെ രാഹുൽ ഈശ്വർ സമീപിച്ചത്. രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ ഇപ്പോൾ ഹൈക്കോടതിക്ക് മുൻപിലുണ്ട്. അതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ച് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നാണ് പോലീസിന്റെ തീരുമാനം. ഈ വിഷയത്തിൽ ഹൈക്കോടതി എന്തെങ്കിലും അഭിപ്രായം പറയട്ടെ. പൂർണ്ണമായും കോടതിയുടെ നിലപാട് അറിഞ്ഞതിനു ശേഷം മാത്രം മതി രാഹുൽ ഈശ്വറിനെതിരെയുള്ള നടപടികൾ എന്ന് പോലീസ് പോലും തീരുമാനിച്ചിരിക്കുന്നു. ഹണി റോസിനെതിരെ രാഹുൽ ഈശ്വറിന്റെ നേതൃത്വത്തിൽ ഓർഗനൈസ്ഡ് ക്രൈം നടക്കുന്നുവെന്നാണ് ഹണി റോസ് പരാതി നൽകിയത്. എന്നാൽ ഇത്തരത്തിൽ ഓർഗനൈസ്ഡ് ക്രൈം നടന്നുവെന്ന് പറയുന്നത് വെറുതെയാണ് എന്ന് രാഹുൽ ഈശ്വർ ഇന്നലെ തുറന്നടിച്ചു. ഇന്ത്യയുടെ നിയമ സംവിധാനത്തിലും ഹൈക്കോടതിയിലും തനിക്ക് വിശ്വാസമുണ്ട്. കയ്യിൽ മാത്രമല്ല മനസ്സിലും താൻ ഗാന്ധിയെ പച്ചകുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധർമ്മവും സംസ്കാരവും എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കാര്യത്തിനു വേണ്ടി ജയിലിൽ പോകാനും എനിക്ക് മടിയില്ല. ഹണി റോസിനെതിരെയുള്ള വിമർശനങ്ങൾ പോസിറ്റീവായിരിക്കും എന്ന് രാഹുൽ ഈശ്വർ വീണ്ടും ആവർത്തിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. മകൻ്റെ കൂട്ടുകാരൊക്കെ വീട്ടിൽ വന്നിരുന്നു. അവരുടെ മുന്നിൽ വെച്ച് അറസ്റ്റ് അടക്കമുള്ള നീക്കങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ടാണ് ഒരു മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഇന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേരളത്തിൽ പിണറായി വിജയനെയും രാഷ്ട്രപതിയെയും സോണിയാഗാന്ധിയെയും ഒക്കെ വിമർശിക്കാം. എന്നാൽ ഹണി റോസിനെ മാത്രം വിമർശിക്കരുത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കേസിനെ താൻ അതിശക്തമായി നേരിടും. പുരുഷന്മാരെ ചെറിയ കാര്യത്തിന് കേസിൽ കുടുക്കി അപമാനിക്കാനുള്ള നിലപാടുകളെ ശക്തമായി നേരിടും. ഹണി റോസ് അത് ഉറപ്പിച്ചോളൂ എന്ന് രാഹുൽ ഈശ്വർ വീണ്ടും വെല്ലുവിളിക്കുന്നു. ഹണി റോസും ഞാനും ബോച്ചയുമൊക്കെ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നവരാണ്. മുഖ്യമന്ത്രി നേരിട്ട് ഫോൺ വിളിക്കുന്നയാളാണ് ഹണി റോസ്. കേരളത്തിലെ 99% മാധ്യമങ്ങളും പോലീസുകാരും പിന്തുണയ്ക്കുമ്പോഴും തനിക്ക് ഏകാന്തതയാണ് എന്ന് ഹണി റോസ് എന്തുകൊണ്ട് പറയുന്നു? ജീവിതത്തിൽ ഇന്നുവരെ താൻ ഹണി റോസിനെ പരിചയപ്പെട്ടിട്ടില്ല. വ്യക്തിവിരോധവുമില്ല. ലൈംഗിക ചുവയോടെ സംസാരിക്കരുത് എന്ന ഹണിയുടെ നിലപാടിനോട് എനിക്ക് യോജിപ്പ്. എന്നാൽ ഹണി റോസിന്റെ ഡ്രസ്സിങ്ങിൽ സോഷ്യൽ ഓഡിറ്റിംഗ് വേണമെന്നാണ് തന്റെ അഭിപ്രായമെന്ന് ഇന്നലെയും രാഹുൽ ഈശ്വർ തുറന്നടിച്ചു. ശക്തമായ കരുനീക്കങ്ങളുമായി രാഹുൽ ഈശ്വർ കളം നിറഞ്ഞു നിൽക്കുന്നു. മറുവശത്ത് ഹണി റോസിനെതിരെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വരുന്നത് സമാനതകളില്ലാത്ത വിമർശനങ്ങൾ. ഫേസ്ബുക്ക് കുറിപ്പിന് താഴെയുള്ള കമന്റ് ബോക്സ് അക്ഷരാർത്ഥത്തിൽ ഹണി റോസിനെ ഞെട്ടിച്ചിരിക്കുന്നു. സമൂഹ മാധ്യമങ്ങൾ വലിയ തോതിൽ പിന്തുണ നൽകുകയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിന്. കഴിഞ്ഞ കുറേ കാലമായി വ്യത്യസ്തമായ നിലപാടുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും ചാനലുകളിലൂടെയും പറഞ്ഞ് ഏറെ വിമർശനങ്ങൾ വിളിച്ചു വരുത്തിയ വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. ദിലീപ് വിഷയത്തിലടക്കം എപ്പോഴും വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന ഒരു ഇമേജായിരുന്നു രാഹുൽ ഈശ്വറിന്. എന്നാൽ പൊടുന്നനെ എല്ലാം മാറി പറയുന്നു. ഹണി റോസിന് പിഴച്ചതെവിടെയാണ്? ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയതിനെക്കുറിച്ച് ആർക്കും പരാതിയില്ല. ആ പരാതി സ്വാഭാവിക നീതിക്ക് വേണ്ടിയുള്ളതാണ്. എന്നാൽ അതിനെ തുടർന്ന് ഹണി റോസ് നടത്തിയ ചില നാടകങ്ങൾ, താനൊരു യുദ്ധപ്രഖ്യാപനം നടത്തുന്നു എന്നൊക്കെ ഹണി റോസ് വിളിച്ചു പറയുമ്പോൾ അതിന് മറ്റു ചില അർത്ഥതലങ്ങളുണ്ടായിരുന്നു. ഹണി റോസിനു വേണ്ടി മറ്റു ചിലർ കരുക്കൾ നീക്കുന്നുവെന്ന സംശയം അത് ബലപ്പെടുത്തി. ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള പരാതിയുടെ പിന്നിൽ യഥാർത്ഥത്തിൽ ഹണി റോസ് മാത്രമാണോ? ഹണി റോസിന് പിന്നിൽ ഏതെങ്കിലുമൊക്കെ ശക്തികളുണ്ടോ? മറ്റാരെങ്കിലും എഴുതിക്കൊടുത്ത പരാതിയാണോ ഹണി റോസ് പോലീസിന് മുന്നിൽ കൊടുത്തത്?
അതല്ല സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്ന ഈ കുറിപ്പുകൾ മറ്റാരെങ്കിലും എഴുതി തയ്യാറാക്കി ഹണി റോസിന് കൈമാറിയതാണോ? ഈ സംശയമായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ആദ്യം തലപൊക്കിയത്. പിന്നീട് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇത്ര ശക്തമായ നിലയിൽ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടായിരുന്നോ എന്ന ചോദ്യം ഉയർന്നു വന്നു. എന്നാൽ ഹണി റോസിന്റെ കേസിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് നീങ്ങിയത് കൃത്യമായ നിയമവഴികളിലൂടെ. അതിനെ മലയാളി വാർത്ത വിമർശിച്ചത് ഒരു തലത്തിൽ മാത്രം. കേരളത്തിൽ നടപ്പിലാക്കുന്ന ഇരട്ട നീതിയുടെ പേരിൽ. നവീൻ ബാബുവിൻ്റെ കാര്യത്തിൽ മറ്റൊരു നീതി, ബോബി ചെമ്മണ്ണൂരിൻ്റെ കാര്യത്തിൽ വേറൊരു നീതി. ഇരട്ട നീതിയെ കൃത്യമായി ചോദ്യം ചെയ്യുകയായിരുന്നു മലയാളി വാർത്ത ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങൾ ചെയ്തത്. മലയാള സിനിമാ ലോകത്ത് ഉയർന്നു കേട്ട നിരവധി പരാതികൾ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ നമ്മൾ കേട്ട 27 പരാതികൾ. ആ പരാതികളിൽ പ്രതിസ്ഥാനത്ത് വന്ന മുകേഷിനും സിദ്ദിഖിനുമൊക്കെ മറ്റൊരു നീതിയാണ് കേരളത്തിൻ്റെ പോലീസും ഭരണകൂടവും നൽകിയത്. ഇരട്ട നീതി ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെ എന്ന് ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഉച്ചത്തിൽ പറഞ്ഞു. മറുവശത്ത് ബോബി ചെമ്മണ്ണൂരിനെ 3 വർഷക്കാലത്തേക്ക് അയാൾ പറഞ്ഞ തമാശയുടെ പേരിൽ ജയിലിലടയ്ക്കുന്നത് ക്രൂരതയാണ് എന്ന് വിളിച്ചു പറഞ്ഞ് രാഹുൽ ഈശ്വർ പ്രത്യക്ഷപ്പെട്ടു. രാഹുൽ ഈശ്വറിന്റെ വിമർശനങ്ങൾ പൂർണ്ണമായും ബോബി ചെമ്മണ്ണൂരിനെ സഹായിക്കുന്നതായിരുന്നു എന്നതിൽ സംശയമില്ല. എന്നാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് രാഹുൽ ഈശ്വറിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മൾ അംഗീകരിച്ചേ തീരൂ. എന്നാൽ ഹണി റോസിൻ്റെ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് രാഹുൽ ഈശ്വർ പ്രതികരണം നടത്തിയപ്പോൾ അത് ഹണി റോസിനെ ചൊടിപ്പിച്ചു. ഒരാൾക്കെതിരെ പ്രകോപനമുണ്ടായതിൻ്റെ പേരിൽ പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത് അത്ര കണ്ട് ന്യായീകരിക്കാൻ കഴിയില്ല. അവിടെയാണ് സമൂഹ മാധ്യമങ്ങൾ പെട്ടെന്ന് ഹണി റോസിനെതിരെ തിരിഞ്ഞത്. രാഹുൽ ഈശ്വറിന് കൂടുതൽ ജനപിന്തുണ കിട്ടാൻ ഇതിടവരുത്തി. ആദ്യഘട്ടത്തിൽ ഹണി റോസിനൊപ്പം കട്ടയ്ക്ക് നിന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും പോലീസ് സംവിധാനവുമൊക്കെ പിന്നെ ഇടയ്ക്കൊന്ന് പകച്ചു. സ്ത്രീ സുരക്ഷയുടെ പേരിൽ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ നോക്കിയ പിണറായി വിജയനെ പിന്നീട് സോഷ്യൽ മീഡിയ നിർത്തിപ്പൊരിച്ചു. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇരട്ട നീതി എന്നവർ ഉച്ചത്തിൽ ചോദിച്ചു. ബോബി ചെമ്മണ്ണൂരിനെ അകത്തിട്ടത് സ്വാഭാവികം, അത് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. എന്നാൽ മറ്റു പല കേസുകളിലും എന്തുകൊണ്ട് ഈ ഭരണകൂടം പ്രതികളോട് താൽപ്പര്യം കാട്ടുന്നു എന്ന ചോദ്യത്തിന് മുന്നിൽ തരിച്ചിരിക്കാനേ ഭരിക്കുന്ന പാർട്ടിക്ക് പോലും കഴിഞ്ഞുള്ളൂ. ഇവിടെയാണ് മറ്റൊരു ചോദ്യം ഉയർന്നു വരുന്നത്. ബോബി ചെമ്മണ്ണൂരിനും രാഹുൽ ഈശ്വറിനുമെതിരെ നൽകിയ പരാതിയുടെ സ്വഭാവം ഒന്നു തന്നെ. എന്നാൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ മണിക്കൂറുകൾക്കുള്ളിൽ കേസെടുത്ത പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലറയ്ക്കുള്ളിൽ അടച്ചു. രാഹുൽ ഈശ്വറിന് കൂടുതൽ ജനപിന്തുണ കിട്ടുന്നു എന്ന് മനസ്സിലാക്കിയ ഭരണകൂടവും പോലീസും ഒന്ന് പതറുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കുന്നവർക്ക് ഇക്കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നറിയിപ്പ് നൽകി. സ്ത്രീകൾക്കെതിരെ വാക്കോ നോട്ടമോ പ്രവൃത്തിയോ ഉണ്ടായാൽ കർശന നടപടിയെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞത്. CPM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ കർശന നടപടികളുണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. സ്ത്രീകൾക്കെതിരെ ആരുടെ ഭാഗത്തു നിന്ന് തെറ്റായ പ്രവണതയുണ്ടായാലും അവരെ നേരിടും. സ്ത്രീകളോട് നോക്കിലോ വാക്കിലോ തെറ്റായ രീതി പാടില്ല. സമ്മേളനത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവും മുഖ്യമന്ത്രി ഉയർത്തി. സ്ത്രീകൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ വാക്കോ നോട്ടമോ കൊണ്ട് ആരെങ്കിലും അസ്വസ്ഥതയുണ്ടാക്കിയാൽ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി എന്തുകൊണ്ട് സ്വന്തം പാർട്ടി നേതാക്കൾക്കെതിരെ നിരവധി പരാതികൾ സ്ത്രീകൾ ഉച്ചത്തിൽ പറഞ്ഞിട്ടും അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചില്ല? ഈ ഇരട്ടത്താപ്പിനെയാണ് കേരളം ചോദ്യം ചെയ്യുന്നത്. ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയുമായി എത്തി നിൽക്കുന്ന രാഹുൽ ഈശ്വറിന് മുന്നിൽ എന്ത് മറുപടിയാകും ഇന്ന് ഹൈക്കോടതി പറയുക? രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കാൻ പോലീസ് നിയമോപദേശം തേടിയ വേളയിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ ഹൈക്കോടതിക്ക് മുൻപിൽ നിൽക്കുന്നത്. കോടതിയുടെ ഓരോ പരാമർശവും രാഹുൽ ഈശ്വറിന് വലിയ കെടികളുണ്ടാക്കും എന്നത് മറ്റൊരു വശം. സൈബർ ഇടങ്ങളിൽ തനിക്കെതിരെ രാഹുൽ ഈശ്വർ സംഘടിത ആക്രമണം നടത്തുന്നുവെന്നാണ് ഹണി റോസിന്റെ പരാതി. എന്നാൽ ഈ പരാതി പൂർണ്ണമായി തെളിയിച്ചെടുക്കുക അത്ര എളുപ്പമല്ല. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ വാദിക്കുന്നത്. ഹണി റോസിന്റെ വസ്ത്രധാരണ രീതിയെയാണ് രാഹുൽ ഈശ്വർ ചോദ്യം ചെയ്തത്. ഇതിന് ചുവടുപിടിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഹണി റോസിനെതിരെ വ്യാപക പ്രചരണങ്ങളുണ്ടായി എന്ന് ഹണി റോസ് പറയുന്നു. എന്നാൽ പൊതുബോധം താൻ എങ്ങനെ വളർത്തുമെന്ന ചോദ്യമാണ് രാഹുൽ ഈശ്വർ ഉന്നയിക്കുന്നത്. രാഹുൽ ഈശ്വറിന്റെ നേതൃത്വത്തിൽ സംഘടിത ആക്രമണം തനിക്കെതിരെ നടക്കുന്നു. പൊതുബോധം തനിക്കെതിരെ തീർക്കാനാണ് ഇക്കൂട്ടരുടെ ശ്രമം. വലിയ ഗൂഢാലോചന ഇതിന്റെ ഭാഗമായുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കണമെന്നാണ് പോലീസിന് മുന്നിൽ ഹണി റോസിന്റെ ആവശ്യം. എന്നാൽ പോലീസിന് ഹണി റോസ് ഇപ്പോൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുക, അന്വേഷിച്ച് കണ്ടുപിടിക്കുക അത്ര എളുപ്പമല്ല.
കേരളത്തിലെ സൈബർ ഇടങ്ങളിൽ വ്യാപകമായ തോതിൽ ഹണി റോസ് ഇപ്പോൾ വിമർശിക്കപ്പെടുന്നു എന്നത് തന്നെയാണ് അതിനുള്ള കാരണം. രാഹുൽ ഈശ്വർ ഞാനും എൻ്റെ കുടുംബവും കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അതിന് പ്രധാന കാരണക്കാരിൽ ഒരാൾ ഇപ്പോൾ താങ്കളാണ്. ഇങ്ങനെ വിമർശിച്ചുകൊണ്ടാണ് ഇക്കഴിഞ്ഞ ദിവസം പരാതിയുമായി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഹണി റോസ് കടന്നു ചെന്നത്. പരാതിയിൽ ശക്തമായ ആരോപണങ്ങൾ നിരത്തി. എന്നാൽ രാഹുൽ ഈശ്വർ മാപ്പർഹിക്കുന്നില്ല തുടങ്ങിയ പ്രയോഗങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പകർന്നു നൽകിയപ്പോൾ ഹണി റോസിനെതിരെ വിമർശനങ്ങൾ സ്വാഭാവികമായി ഉയർന്നു. ബോബി ചെമ്മണ്ണൂരിനെതിരെ താൻ കൊടുത്ത പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനാണ് രാഹുൽ ഈശ്വർ പ്രവർത്തിച്ചത് എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഹണി റോസ് പരാതി നൽകിയത്. ജനങ്ങളുടെ പൊതുബോധം തനിക്കെതിരെ തിരിക്കാനാണ് രാഹുൽ ഈശ്വറിന്റെ ശ്രമമെന്നും ഹണി റോസ് പറഞ്ഞിരുന്നു. വസ്ത്ര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് പ്രതികരിച്ചത്. ഒരു വശത്ത് രാഹുൽ ഈശ്വറിനെതിരെ എങ്ങനെ നീങ്ങണമെന്നറിയാതെ കുഴഞ്ഞു നിൽക്കുന്ന പോലീസ്, മറുവശത്ത് നാളെ ഹൈക്കോടതിയിൽ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ എത്തുന്നു. ഈ കേസ് തിരിച്ചടിക്കുമോ എന്ന ഭയം പൊതുവെ പോലീസിനിപ്പോൾ ശക്തമാണ്. മറുവശത്ത് ഹണി റോസിന് ആദ്യം പിന്തുണയുമായി എത്തിയിരുന്ന മാധ്യമങ്ങൾ ഉൾവലിഞ്ഞ കാഴ്ചയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.